നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലെ? നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഓരോ ദിവസവും നമ്മൾ ഉറക്കത്തിൽ കാണുന്നുണ്ട്. സ്വപ്നങ്ങളുടെ ശാസ്ത്രമനുസരിച്ച് ഓരോ സ്വപ്നവും ആഴമേറിയ ഒരു സന്ദേശം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഉപബോധ മനസ്സ് സ്വപ്നങ്ങളിലൂടെ ഭാവിയെക്കുറിച്ച് നിരവധി സൂചനകൾ നൽകുന്നുവെന്ന് പറയപ്പെടുന്നു. ജീവിതത്തിലെ മാറ്റങ്ങൾ അത് ശുഭകരമോ അശുഭകരമോ ആകട്ടെ, പലപ്പോഴും സ്വപ്നങ്ങളുടെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഈ സൂചനകൾ സാമ്പത്തിക നഷ്ടം, സാമ്പത്തിക തടസ്സങ്ങൾ അല്ലെങ്കിൽ വരാനിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സൂചനകളുമുണ്ട്. ഈ സ്വപ്നങ്ങൾ യഥാസമയം മനസ്സിലാക്കിയാൽ ഒരു വ്യക്തിക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാനും സമയബന്ധിതമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കാനും കഴിയും. പലതരത്തിലുള്ള സ്വപ്നങ്ങളായിരിക്കും നമ്മൾ ഓരോരുത്തരും കാണുന്നത്. ശുഭസൂചനകൾ നൽകുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. മുന്നേയും അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സ്വപ്നശാസ്ത്രത്തിലെ സാമ്പത്തിക നഷ്ടത്തിന്റെ മുൻകൂർ സൂചനകളായിട്ട് കണക്കാക്കപ്പെടുന്ന 5 പ്രധാന സ്വപ്നങ്ങളെ കുറിച്ചാണ്. ഈ 5 സ്വപ്നങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏതോ തരത്തിലുള്ള അശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ കടന്നു വരാൻ പോവുകയാണ്, സാമ്പത്തിക നഷ്ടം ഉണ്ടാവുവാൻ പോവുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി അല്ലെങ്കിൽ കൃത്യമായിട്ട് മുന്നോട്ട് നോക്കിക്കൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ജാഗ്രതയോടെ ഇരുന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് ആ സൂചന നൽകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 5 സ്വപ്നങ്ങൾ എന്നുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അശുഭ സൂചനകളായിട്ട് കാണുന്ന സ്വപ്നത്തിൽ ഒന്നാമതായിട്ട് പറയേണ്ടത് ചിതറിക്കിടക്കുന്ന പണമോ നാണയങ്ങളോ സ്വപ്നം കാണുന്നതിനെ കുറിച്ചാണ്. നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ പണം ചിതറിക്കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, അതായത് നാണയങ്ങളോ നോട്ടുകളോ ഒക്കെ ചിതറിക്കിടക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് എങ്കിൽ ഭാവിയിൽ അനാവശ്യ ചെലവുകൾ വർദ്ധിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ പണത്തിന് മൂല്യം കൽപ്പിക്കാത്ത ഫലമായിട്ട് ഈ സ്വപ്നം വ്യാഖ്യാനിക്കപ്പെടുന്നു. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചിലവുകൾ വരുന്നു, അത് ആരോഗ്യ പ്രശ്നങ്ങളായിട്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ അമിത ചിലവ് കാരണമോ ഒക്കെയും പണത്തിന്റെ നഷ്ടം നിങ്ങളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ പണം ശരിയായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അതാണ് ഈ ഒരു സ്വപ്നം നിങ്ങൾക്ക് നൽകുന്ന സൂചന. ഇനി രണ്ടാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് കാലിയായ സേഫ് അല്ലെങ്കിൽ പേഴ്സാണ്. സ്വപ്നത്തില് ഒഴിഞ്ഞ സേഫ് അല്ലെങ്കിൽ ഒഴിഞ്ഞ പണപ്പെട്ടി അല്ലെങ്കിൽ ഒഴിഞ്ഞ പേഴ്സ് ഒക്കെ സ്വപ്നം കാണുന്നത് വരാനിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ചെലവുകൾ നിയന്ത്രിക്കാനും ബുദ്ധിപൂർവം നിക്ഷേപിക്കാനുമുള്ള സമയമായി എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ട് സ്വർണമോ ആഭരണങ്ങളോ നഷ്ടപ്പെടുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാലുള്ള ഫലം എന്താണ് എന്നുള്ളത് നോക്കാം. ഒരു സ്വപ്നത്തില് ആഭരണങ്ങൾ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ നഷ്ടപ്പെടുന്നതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കളവ് പോകുന്നതായിട്ടോ ഒക്കെ സ്വപ്നം കാണുകയാണ് എങ്കിൽ അതും നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കേണ്ടത്. ഈ സ്വപ്നം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അപ്പൊ ഇങ്ങനെയൊരു സ്വപ്നം നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ധനപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും ആഭരണങ്ങളിലായാലും ഒക്കെയും ഒരു ശ്രദ്ധ കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ അതിലൊക്കെയും വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കളവ് പോയതായിട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുക തന്നെ ചെയ്യണം എന്നില്ല, മറിച്ച് നിങ്ങളാൽ തന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ധനനഷ്ടം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ഒരു സ്വപ്നം എന്ന് പറയുന്നത് മങ്ങിയ പാത അല്ലെങ്കിൽ ഇരുണ്ട പാത. കഴിഞ്ഞ ദിവസം നമുക്ക് നല്ല സൂചനകൾ ആയിട്ട് വരുന്ന ചില സ്വപ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴായിട്ട് ഇരുണ്ട പാത അല്ലെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് വഴിമുട്ടിപ്പോകുന്ന ഒരു സാഹചര്യം,
അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട് എന്ന്. ആ ഒരു വീഡിയോയുടെ താഴെയുള്ള കമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു സ്വപ്നം കാണുകയാണ് എങ്കിൽ, അതായത് മങ്ങിയ പാതയോ ചുറ്റുപാടും ഇരുട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു വഴിയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എങ്കിൽ, സാമ്പത്തിക തീരുമാനത്തിലെ ആശയക്കുഴപ്പത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ഏത് കാര്യം തീരുമാനിക്കുന്നതിന് മുൻപും ശരിയായിട്ടുള്ള രീതിയിൽ ആലോചിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് നൽകുന്ന ഒരു സൂചന. അല്ലാതെ തിടുക്കത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ദോഷകരമാകും എന്നാണ് ഈ ഒരു സ്വപ്നം നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം ജാഗ്രതയോടെ അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ജീവിതത്തിലുള്ള ഓരോ ചെറിയ വലിയ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് മാറുന്ന, അല്ലെങ്കിൽ നിങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി തീരുന്ന തീരുമാനങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്ന തീരുമാനങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഇനി അടുത്ത ഒരു സ്വപ്നം, 5ാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് വെള്ളം അല്ലെങ്കിൽ പണം ഒഴുകിപ്പോകുന്നതായിട്ട് സ്വപ്നം കാണുന്നതാണ്. ചിലപ്പോൾ ഒരാൾ തുടർച്ചയായിട്ട് വെള്ളം ഒഴുകുന്നതായിട്ട് സ്വപ്നം കാണുന്നു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും പണം വഴുതി പോകുന്നതായിട്ട് അനുഭവപ്പെടുന്നു. ചില സമയങ്ങളിൽ ടാപ്പ് തുറന്ന് പൂട്ടാൻ മറന്നുപോയതുപോലെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട് പലരും. അപ്പോൾ ഈ ഒരു സ്വപ്നം നിങ്ങൾക്ക് കാട്ടിത്തരുന്ന സൂചന എന്ന് പറയുന്നത് ആസന്നമായിട്ടുള്ള ചെലവുകൾ നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ധനം നഷ്ടപ്പെടാൻ പോകുന്നു. നിങ്ങൾക്ക് മറ്റു പല വഴികളിൽ നിന്നും ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ധനം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ചില പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവുകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ധനനഷ്ടത്തെയാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ, നമ്മുടെ വീട്ടിലെ ടാപ്പ് ഇറ്റിറ്റായിട്ട് വെള്ളം വീഴുന്നതൊക്കെയും ധനനഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്വപ്നത്തിൽ മാത്രമല്ല, നേരിട്ടായാലും നമ്മുടെ അടുക്കളയിലെയും ബാത്റൂമിലെയും ഒക്കെ ടാപ്പ് ചിലപ്പോൾ ലീക്ക് ആവാറുണ്ട്. അങ്ങനെ വീടിന്റെ ഏത് ഭാഗത്തുള്ളയായാലും ടാപ്പുകൾ ലീക്കായി ഇങ്ങനെ ഇറ്റിറ്റായിട്ട് വെള്ളം വീഴുന്നതൊക്കെ ധനനഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിലും അത് നമുക്ക് കാട്ടിത്തരുന്നത് ഒരു സൂചനയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പലരും പറയാറുണ്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് ടെൻഷൻ ആവും അല്ലെങ്കിൽ പേടിയാകും. പക്ഷെ നമ്മൾ മുന്നോട്ടുള്ള ആ ഒരു കാര്യത്തെ മുൻകൂട്ടി അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു തടസ്സത്തെ അല്ലെങ്കിൽ പ്രശ്നത്തെ മുൻകൂട്ടി അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാനായിട്ട്, അതിനെ തരണം ചെയ്യാനായിട്ട് നമ്മളൊന്ന് ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്വപ്നം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു സ്വപ്നത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പറഞ്ഞതുപോലെ ശുഭസൂചനകൾ നൽകുന്ന സ്വപ്നങ്ങളുമുണ്ട്, അശുഭസൂചനകൾ നൽകുന്ന സ്വപ്നങ്ങളുമുണ്ട്. അപ്പൊ അത് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കി, സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.